അല്ലേ? എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. നിഹാസിന് അതല്ലാത്തൊരു തോന്നൽ നിഹാസിൽ ജനിക്കുന്നില്ല. ഇല്ലാത്തൊരു മാറ്റത്തെ നിഹാസ് കാണുന്നില്ല. ബഷീർ കാണുന്ന മാറ്റം അതായിരിക്കുമല്ലോ റൂബി കാണുന്ന മാറ്റം. മാറ്റത്തിൽ പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, മാറ്റത്തിൽ പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ യോജിക്കുന്നു, മാറ്റത്തിൽ പൊരുത്തപ്പെടാത്ത ആൾക്കാർ വിയോജിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. മാറ്റത്തിൽ പൊരുത്തപ്പെടുന്നവർ സഹകരിക്കുന്നു. അല്ലെ, ഓക്കെ, എനിക്കുണ്ടാകുന്ന മാറ്റം നിനക്കും മനസ്സിലായല്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ സഹകരണമുണ്ട്. അല്ലെങ്കിൽ സഹകരണമില്ല, അപ്പോൾ തല്ലുപിടുത്തം. എന്നിട്ടും രണ്ടുപേരും ആശ്രയിക്കുന്ന ചില വ്യവസ്ഥയുണ്ട്. ഒരു വീടുണ്ട്, ശ്രദ്ധിക്കണേ, ഒരു വീടുണ്ട്. വീടുള്ളത് കൊണ്ട് അവർ ഒരുമിച്ച് താമസിക്കുന്നു. ഏറ്റവും കൂടുതൽ മനുഷ്യൻ സഫർ ചെയ്യുന്ന ഇതാണ്. രണ്ടുപേർക്കും വീട് കാണാം, വീട് രണ്ടുപേർക്കും താല്പര്യമുള്ളതാണ്. പക്ഷെ രണ്ട് വ്യക്തികളും തമ്മിൽ യോജിക്കാൻ പറ്റുന്നില്ല. വീട് ഒന്നാണ്, വീടിനകത്ത് ഇവരുടെ താല്പര്യങ്ങൾ രണ്ടു കൂട്ടർക്കും ഉണ്ട്. പക്ഷെ രണ്ട് വ്യക്തികളും തമ്മിൽ യോജിപ്പിക്കുന്നില്ല. ആ രണ്ട് വ്യക്തികളും പരസ്പരം കാണുമ്പോൾ ഇയാൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അയാൾ ചെയ്യുന്ന പ്രവൃത്തി, അയാൾ ഉണ്ടാക്കുന്ന മാറ്റത്തെ ഞാൻ സ്വീകരിക്കുന്നില്ല. നോക്കണം, അപകടം തുടങ്ങുന്ന ഇവിടെയാണ്. കാരണം നമ്മളെടുത്ത തീരുമാനമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് തല്ലുപിടുത്തം ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് യുദ്ധം ഉണ്ടാകുന്നത്. ഇതെൻ്റെ രാജ്യമാണ്, എൻ്റെ രാജ്യമാണ്, ആയിക്കോട്ടെ, അതെന്താ കുഴപ്പമെന്താ? ഇതെൻ്റെ വീടാണ്, ആയിക്കോട്ടെ, എൻ്റെ വീടാണ്, ഞാൻ അവിടെ മറ്റൊരാൾ കൂടിയുണ്ട്, അയാളുടെ തീരുമാനത്തിൽ പോയിക്കോട്ടെ, അയാളുടെ തീരുമാനത്തിൽ പോയിക്കോട്ടെ എന്ന് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇതിലേത് നിലനിൽക്കും? അവിടെയാണ് ഏത് നിലനിൽക്കും. കാരണം മറ്റൊരാളെ എതിർക്കുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ എതിർപ്പുകൾ നേരിടേണ്ടി വരും. നമ്മൾ മറ്റൊരാളെ എതിർത്താൽ എവിടെയാണ് നമുക്ക് നാശം ഉണ്ടാകുന്നത്? നമുക്ക് നാശം ഉണ്ടാകുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ട് പോകുമ്പോഴാണ്. എന്തുകൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്നു? നമ്മൾ മറ്റുള്ളവരെ നിയന്ത്രിച്ചിട്ടാണ്. നമ്മൾ മറ്റുള്ളവരെ നിയന്ത്രിക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തി വരും. ഒരു സംശയവും വേണ്ട. മറ്റൊരാളെ നിയന്ത്രിച്ച് നോക്ക്, നമ്മുടെ ജീവിതം കഷ്ടകാലമാകും. ഒന്നും വേണ്ട. നമ്മൾ ആരെങ്കിലും ഒരാളെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ദുരന്തവും ഉണ്ടാകും. സഹകരിച്ചാൽ തെളിച്ചം ഉണ്ടാകും. നിയന്ത്രിച്ചാൽ നാശം ഉണ്ടാകും. അപ്പം നമ്മളുടെ സ്വസ്ഥതയിൽ തുടരാൻ എന്തു ചെയ്യണം? നമ്മുടെ സ്വസ്ഥതയിൽ തുടരാൻ നമ്മളെ ചലിപ്പിക്കുന്ന ശക്തികൾ എന്താണ്? നമ്മളെ ചലിപ്പിക്കുന്നത് എന്താണ്? മറ്റൊരാളെ കണ്ടിട്ട് അയാളോട് ഇഷ്ടം തോന്നി, അതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒരു ചലനമാണ്. ഇഷ്ടമെന്ന് പറയുന്നത് ഒരു മാറ്റമാണ്. അപ്പോൾ എന്നെ നിയന്ത്രിക്കുകയാണ് അവിടെ എന്നെ നിയന്ത്രിക്കണം. മറ്റൊരാളുടെ സാന്നിധ്യം എന്നെ നിയന്ത്രിക്കുന്നു. വേണോ വേണ്ടേ എന്ന് തന്നെത്താൻ തീരുമാനിക്കുക. ആ ഇഷ്ടത്തിൻ്റെ പുറകെ പോകണോ? മറ്റൊരാളെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയെങ്കിൽ അതിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ അയാളുടെ നിയന്ത്രണത്തിലായി. അങ്ങനെ പലതിനോടും നമുക്കിഷ്ടം തോന്നുന്നു. ഒരു സംഭവം നമ്മളെ തെക്കോട്ട് വലിക്കുമ്പോൾ മറ്റൊന്ന് വടക്കോട്ട് വലിക്കുന്നു. എന്തു ചെയ്യും? പരിഭ്രമമായി, മാനസിക അസ്വസ്ഥതയായി. അല്ലേ? ഒരു കാര്യം ചെയ്യണം, അത് ചെയ്യാൻ തോന്നുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചെയ്യാമെന്ന് തോന്നുന്നു. ഇത് ഏത് ചെയ്യണം? ആകെ പ്രശ്നമായി. എന്തുകൊണ്ടാണ്? തെളിച്ചത്തിൽ തുടർന്നില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് നമ്മളെ രോഗിയാക്കുന്നു. നമ്മൾ അറിയുന്നില്ല രോഗം വരാനുള്ള സാധ്യത എന്താണ്? എന്തുകൊണ്ട് രോഗം വന്ന്? എന്തുകൊണ്ട് എനിക്ക് രോഗം വന്നു? ഞാൻ രോഗിയായി.
എന്നുവെച്ചാൽ എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ, അതാണ് രോഗം. അത് മാനസിക രോഗമാണെങ്കിലും ശാരീരിക രോഗമാണെങ്കിലും എല്ലാത്തിൻ്റെയും കാരണം എന്താണ്? മാറ്റത്തിൻ്റെ തെളിച്ചം ഇല്ലാത്തതുകൊണ്ട്. മാറ്റത്തിൻ്റെ തെളിച്ചമില്ല. എൻ്റെ അഭിപ്രായം എന്താണ്? എന്നെ ഞാൻ തിരിച്ചറിയുന്നതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ തെളിച്ചമാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തെളിച്ചമുണ്ടായി. എനിക്ക് എന്തുകൊണ്ട് തെളിച്ചമുണ്ടായി? എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ചില മണങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് അഭിപ്രായം ഉണ്ടായി. വ്യത്യസ്തമായിട്ടുള്ള ചില ശബ്ദത്തെ ഗ്രഹിക്കാൻ സാധിച്ചതുകൊണ്ട് എൻ്റെ അഭിപ്രായം മാറി. എൻ്റെ അഭിപ്രായമാണ് ശരി എന്ന് ഞാൻ മറ്റൊരാളോട് പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്താ കാരണം? എനിക്ക് എന്നെ സംശയമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇതാണ് ശരി, ഇത് തന്നെ വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ, എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തുടരാൻ പറ്റത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ തുടരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം. മറ്റൊരാൾ എൻ്റെ അഭിപ്രായത്തെ ഫോളോ ചെയ്യണം. കാരണം അത് സ്ഥിരതയില്ലാത്ത അഭിപ്രായമാണ്. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരിലും അടിച്ചേൽപ്പിക്കാൻ നോക്കത്തില്ല. അഭിപ്രായം ആരിലും അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ സ്ഥിരതയുണ്ടെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ, എന്നെ എതിർക്കുന്നുണ്ട്, എന്നെ കളിയാക്കുന്നുണ്ട്, പുച്ഛിക്കുന്നുണ്ട്, എന്താ കുഴപ്പം? ഞാൻ കളിയാകുന്നില്ല, ഞാൻ പുച്ഛിക്കപ്പെടുന്നില്ല. അവർ പുച്ഛിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഞാൻ അസ്വസ്ഥനാകുന്നു. എന്നുവെച്ചാൽ എന്നിൽ സ്ഥിരമായിട്ട് നിലനിൽക്കാൻ പറ്റുന്നില്ല. എന്നിൽ സ്ഥിരതയില്ല. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ആയിട്ട് എതിർക്കും. ഞാൻ ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും, അല്ലേ? ഞാൻ ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ചിലവർ വിജയിക്കും, ചിലവർ പരാജയപ്പെടും, ചിലവർ നല്ല സൗഹാർദ്ദത്തിലോട്ട് മാറും, ചിലവർ ശത്രുക്കളായിട്ട് മാറും. ഇതെല്ലാം എന്തിനെ കേന്ദ്രീകരിച്ചാൽ? ഒരു വ്യക്തിയുടെ തെളിച്ചത്തെ കേന്ദ്രീകരിച്ചാൽ. അപ്പോൾ ഒരു വ്യക്തിയുടെ തെളിച്ചം വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ഒരാൾക്ക് തെളിച്ചം കിട്ടിപ്പോയി. എങ്ങനെയാണ് തെളിച്ചം കിട്ടിയെന്ന് ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ കുറേ ആൾക്കാർ വരുമ്പോൾ സമൂഹത്തിൻ്റെ നിയന്ത്രണത്തിലാവും. എന്താണ് ഏതാണ് ശരിയെന്ന് ഒരു പിടുത്തവും ഇല്ല. സ്ഥിരതയില്ലാത്ത കുറേ ആൾക്കാർ വിശ്വാസത്തിലാവും. സ്ഥിരതയില്ലാത്ത ആൾക്കാരാണ് വിശ്വാസികളാകുന്നത്. പിന്നെ വിശ്വാസം നമ്മളെ നിയന്ത്രിക്കും. വിശ്വാസികൾ എന്തൊക്കെ പറയും? വിശ്വാസികൾ പറയും ദൈവമുണ്ട്, മറ്റു ശക്തികളുണ്ട്, ഈ ശക്തികളൊക്കെ നമ്മൾ അനുസരിക്കണം. ഏത് ശക്തിയാണെന്ന് തൊട്ട് കാണിക്കാൻ ചോദിച്ചാൽ പറ്റത്തുമില്ല. ശക്തി ഉണ്ടാകുന്ന ചോദിച്ചാൽ ശക്തിയുണ്ട്. ഏതാ ശക്തി എന്ന് കഴിഞ്ഞാൽ അവർക്ക് തൊട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഇതാണ് വിശ്വാസികൾ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കുക, അപകടങ്ങൾ വളരെ കൂടുതലാണ്. രോഗവും അപകടാവസ്ഥയും വിശ്വാസികളുടെ ഇടയിൽ കൂടുതലാണ്. യുദ്ധം ഇതിനെല്ലാത്തിനും കാരണം വിശ്വാസമാണ്. കാരണം വ്യക്തതയില്ല, വസ്തുതയില്ല. വസ്തുത ഇല്ലാത്തതുകൊണ്ടാണ് തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അല്ലേ? ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നമ്മൾ എടുത്തു നോക്കിക്കേ. ഇന്ത്യ ആകുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എന്തോരം യുദ്ധങ്ങളുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ തിരുവിതാംകൂർ, തിരുക്കൊച്ചി, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ നമ്മൾ യുദ്ധം ചെയ്തിരുന്നു. ഇപ്പോഴുണ്ടാ? ഇല്ല. അപ്പോൾ അതിരുകൾ നമ്മളുണ്ടാക്കുന്നതാണ്. അതിരുകളൊക്കെ പോയി. ഇപ്പോഴും നമ്മൾ ഈ തർക്കം എന്താണ്? തർക്കം എന്ന് പറയുന്നത് ആ വസ്തുത തെളിഞ്ഞ് നിൽക്കുന്നില്ല. വസ്തുത തെളിഞ്ഞാണ് നിൽക്കുമെങ്കിൽ തർക്കിക്കുന്നത് എന്തിനാണ്? ഇത് ഇന്നത് കൊണ്ടാണ്. ഒരാൾ വന്നിച്ച് നമ്മൾ തർക്കിക്കുന്നു. കാരണം അയാൾക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടല്ലേ തർക്കിക്കുന്നത്. സംശയമുള്ളവനെ തർക്കിക്കത്തുള്ളൂ. എന്തിനു തർക്കിക്കണം? തർക്കിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഭാഗം നമ്മളിൽ ഒരിക്കലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ
ശ്രദ്ധ, പരിശോധിക്കുന്നു. എന്തിന്? പരിശോധന. കാരണം മാറ്റത്തെ പരിശോധന, ഒരു മാറ്റത്തെ വിലയിരുത്തുന്നു. ഓ, ഇത് ഇന്നത് കൊണ്ട് ഇങ്ങനെയാണല്ലേ, ഇങ്ങനെയേ സംഭവിക്കത്തുള്ളൂ അല്ലേ, അതങ്ങനെയേ സംഭവിക്കത്തുള്ളൂ. അപ്പം എൻ്റെ തീരുമാനം മറ്റൊരാൾ പറയുമ്പോൾ എൻ്റെ തീരുമാനം ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് എതിർക്കുന്നു. അപ്പം എൻ്റെ തീരുമാനം നിലനിർത്താൻ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നു. അപ്പം എൻ്റെ തീരുമാനം നല്ല തീരുമാനമാണോ? അല്ല. മറ്റൊരാളെ എതിർക്കുന്നു. എന്തുകൊണ്ട് എതിർക്കുന്നു? കാരണം എൻ്റെ തീരുമാനത്തിൽ കോട്ടങ്ങൾ സംഭവിക്കുന്നു, ഇതാണ് ശരി എന്ന് സ്ഥാപിക്കാനാണ് മറ്റൊരാളെ എതിർക്കുന്നത്. ശരിയാണെങ്കിൽ എന്തിനാ ബലം പിടിക്കുന്നത്? ശരിയായതുകൊണ്ട് തന്നെ നമ്മൾ ബലം പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ശരിയല്ലാത്തത് കൊണ്ടാണ് ബലം പിടിക്കുന്നത്, എതിർക്കുന്നത്. ശരിയാണെങ്കിൽ ആഹാ, അയാൾ അങ്ങനെ പറഞ്ഞാൽ അയാൾ പറയട്ടെ, അയാൾ കുറച്ച് നേരം കഴിയുമ്പോൾ നിർത്തും. കാരണം നമുക്ക് വിവേകമുണ്ട്. അയാൾ നിർത്താതിരിക്കാൻ അയാൾക്ക് പറ്റത്തില്ല. മനസ്സിലായ? നമ്മൾ എന്തൊക്കെ ചീത്ത പറയുന്ന ആളാണെങ്കിലും അയാൾ കുറച്ച് നേരം കഴിയുമ്പോൾ നിർത്തിയേ പറ്റത്തുള്ളൂ. അയാൾ ചീത്ത പറയണത് എന്തുകൊണ്ടാണ് നമുക്കറിയാം. എങ്ങനെ അറിയാം? കാരണം നമ്മളിൽ ഇതേ പ്രവർത്തനത്തിൻ്റെ ഭാഗം നമ്മൾ വിലയിരുത്തി ഒഴിവാക്കിയതാണ്. മനസ്സിലായി? നമ്മളിത് വിലയിരുത്തി ഒഴിവാക്കി കളഞ്ഞതാണ്. എൻ്റെ തെളിച്ചത്തിൽ നിൽക്കുക എന്നുള്ള ഭാഗം അറിയുമ്പോൾ എൻ്റെ തെളിച്ചമാണ് എൻ്റെ തുടർച്ച. എൻ്റെ തെളിച്ചം എൻ്റെ തീരുമാനമാകുമ്പോഴാണ് അഹങ്കാരം, വാശി, അഭിപ്രായങ്ങൾക്ക് പ്രസക്തി വരുന്നത്. ഇത് അഭിപ്രായമല്ല. കാരണം എൻ്റെ തെളിച്ചം എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ തെളിച്ചം എൻ്റെ ജീവിതമാണ്. ഭാഷ എങ്ങനെയാണ് ഉണ്ടായത്? ഭാഷ തെളിച്ചത്തിൽ നിന്നാണ് ഉണ്ടായത്. എൻ്റെ ഭാഷ പഠിപ്പിച്ചിട്ടല്ല. ഇത് ഭാഷ പഠിപ്പിക്കാൻ ആൾക്കാർ കിടന്ന് പാടുപിടിക്കുക. ഭാഷ പഠിപ്പിക്കണ്ട, ഭാഷ തന്നെത്താൻ പഠിച്ചോളൂ. ഭാഷ ആരെയും തല്ലിപ്പഠിപ്പിക്കണ്ട. ഈ ഭാഷ തല്ലി പഠിപ്പിച്ചത് കൊണ്ടാണ് സമൂഹം ഉണ്ടായത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സമൂഹമല്ല, മനുഷ്യരെ ഉണ്ടാക്കുള്ളൂ. ഇത് മനുഷ്യരല്ല ഉള്ളത്, സമൂഹമാണ്. സമൂഹത്തെ ഭയപ്പെടണം, സൂക്ഷിക്കണം. സമൂഹത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ ചോദ്യം ചെയ്യും. ഇവിടെ എന്ത് തോന്നിയ ദിവസം നടക്കത്തില്ല, ചോദ്യം ചെയ്യും. സാമൂഹിക പ്രതിബദ്ധത, മനസ്സിലായി? അവർ ചോദ്യം ചെയ്യും. നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചോദ്യം ചെയ്യും. ശ്രദ്ധിച്ചാൽ കാണും അല്ലേ? സമൂഹത്തിൻ്റെ അടിമകളാണ്. അവർക്ക് അവരെന്താണെന്ന് വിലയിരുത്താനുള്ള പ്രാപ്തിയില്ല. അവിടെ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചിട്ടേ നിങ്ങളിവിടെ നിലനിൽക്കണോ വേണ്ടെന്ന് തീരുമാനിക്കത്തുള്ളൂ. അതെ, ഞങ്ങൾ കുറച്ച് പേര് തീരുമാനിക്കും. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിലനിൽക്കണോ, നിങ്ങൾ ശരിയാണോ എന്ന് ഞങ്ങൾ പാസ്സാക്കിയിട്ട് അല്ലേ? ഇത് ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഫോർമുലകൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നതുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ഇന്നതുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാകും. ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല. അല്ല, അവരുണ്ടാക്കുന്നതല്ല യുദ്ധം. വഴക്ക് പിടിക്കാൻ ഒരാൾ വരുന്നതല്ല. അയാളെ സംബന്ധിച്ചാൽ അത് സംഭവിച്ചു പോകുന്നതാണ്. അയാൾ വരുമ്പോൾ അങ്ങനെയാണ്. അയാളെ സംബന്ധിച്ചാൽ അയാളുടെ തിരിച്ചറിവ് അത്രമേ ആയിട്ടുള്ളൂ. അതല്ലാണ്ട് നിങ്ങൾ വന്നിട്ടും സെബാസ്റ്റിനെ എതിർക്കുന്നു. സെബാസ്റ്റിനെ എതിർക്കുകയൊന്നുമല്ല. അയാൾ സെബാസ്റ്റിനെയൊന്നുമല്ല എതിർക്കുന്നത്. അയാൾക്ക് നിർവാഹമില്ല. നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അയാൾ പാടുപെടുകയാണ്, കഷ്ടപ്പെടുകയാണ്. മനസ്സിലായ? അല്ലാണ്ട് സെബാസ്റ്റിനോട് കലിപ്പൊന്നും ആർക്കും ഇല്ല. അങ്ങനെ ആരോടും കലിപ്പൊന്നുമില്ല. പക്ഷെ അവരുടെ ശരീരത്തിൻ്റെ വ്യവസ്ഥ പൊട്ടിത്തെറിക്കുന്നു. അവർക്ക് പറ്റുന്നില്ല അവരുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ. അവരുടെ ശരീരത്തെ ബാഹ്യമായിട്ടുള്ള ഒരു അവസ്ഥയുടെ സ്വാധീനത്തിൽ പെട്ടുപോകുന്നു. അവർ ആ ശരീരം കൊണ്ടു നടക്കാൻ, അതായത് സ്റ്റിയറിങ്ങും വീലുമായിട്ട് ബന്ധമില്ലാത്ത കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ്. മനസ്സിലായ? സ്റ്റിയറിങ്ങും വീലുമായിട്ട് ബന്ധമില്ല. അങ്ങനെയുള്ള ചില ആൾക്കാർ വന്ന് പെട്ടുപോകുന്നതാണ് നമ്മുടെ ഇടയിൽ. മനസ്സിലായ? അതങ്ങനെയാണ്. ഈ ഭാഗത്ത് ഇങ്ങനെയാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത്. ഇവർക്ക് സ്റ്റിയറിംഗ് ഇല്ല. മനസ്സിലായി? ഇവർ സ്റ്റിയർ ചെയ്തിട്ടല്ല വന്ന്. ഇവർ എങ്ങനെയോ വെള്ളപ്പൊക്കത്തിൽ
പൊന്തി വന്ന മനസ്സിലായ, പൊന്തി വന്ന മറ്റേ മുതലകളാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അതെ അതെ, അവരെ സാവകാശം പിടിച്ച് കൈയും കാലൊക്കെ കെട്ടി കൊണ്ടേ പുഴയെ കൊണ്ട് ആക്കണം. അത്രേ ഉള്ളൂ. അവർ തന്നെത്താൻ പുഴയിലോട്ട് പോവുകയില്ല. മനസ്സിലാ, കാട് തെറ്റി വരുന്ന പുലികളില്ലേ, കടുവകളില്ലേ, അതുപോലെയാണ് ചില മനുഷ്യർ. അവർ കിടക്കേണ്ടടുത്ത് കൊണ്ട് അവരിട്ട് കഴിഞ്ഞാൽ അവരവിടെ കിടന്നോളും. പക്ഷെ വഴിതെറ്റി വന്ന മനസ്സിലായി ചിറകൊടിഞ്ഞ പക്ഷികളാണ്. മനസ്സിലായി, അത്രയേ ഉള്ളൂ. അത് അവർക്ക് സംസ്കാരം ഉണ്ടാകത്തില്ല. അപ്പോൾ യുദ്ധം ഒരു രാജ്യം ഉണ്ടാക്കണമെന്നല്ല, ആ രാജ്യത്തുള്ള മനുഷ്യരുടെ അവസ്ഥ അങ്ങനെ കൊണ്ട് ഉണ്ടായിപ്പോകുന്നതാണ്. മനസ്സിലായി, ക്രിമിനൽ വാസന ഉള്ളവർ എന്നുവെച്ചാൽ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അവരുടെ ശരീരത്തെ. അപ്പോൾ തനിയെ ക്രിമിനൽ വാസന ഉണ്ടാവും. ഇപ്പം ബലാത്സംഗങ്ങൾ നടക്കുന്നു, ആ വ്യക്തിക്ക് ആ വ്യക്തിയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അല്ല, ആ വ്യക്തിയോട് പറയാം നിങ്ങളങ്ങനെ ചെയ്യരുത്, തെറ്റാണ് എന്ന് എത്ര പേര് പറഞ്ഞാലും നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പിടിച്ചു കൂട്ടിയിടുമല്ലേ. അതെ, ഇതല്ല ഇങ്ങനെയുള്ള വാസനകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസത്തിൽ നിൽക്കുന്നുകൊണ്ടാണ്. വിശ്വാസം മനസ്സിലായി, ഈ ദൈവവിശ്വാസമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചതിക്കുന്നത്. മനുഷ്യൻ്റെ ശാപത്തിന് കാരണം എന്താണ്? ദൈവവിശ്വാസമാണ്. വിശ്വാസത്തിൽ നിന്ന് മാറിക്കേ. വിശ്വാസത്തിൽ നിന്ന് മാറണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പ്രവർത്തനങ്ങൾ മാറ്റത്തെ വിലയിരുത്താൻ ഒരാളുണ്ടാകണം. അങ്ങനെ ഒരാളുണ്ടെങ്കിലല്ലേ ഉള്ളൂ. ശരീരം മാത്രമേ ഉള്ളൂ, അതിനകത്തൊരാളില്ല. ആൾ ജനിച്ചു വരണം. ശരീരം ജനിച്ചുകൊണ്ട് ആളായില്ല. ശരീരം ജനിച്ചുകൊണ്ട് ആളായില്ല. ഇത് പ്രകൃതിയുടെ സ്വഭാവമാണ്. പ്രപഞ്ചത്തിൻ്റെ സ്വഭാവ ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് വിനീഷിന് വൃത്തി, വിനീഷായിട്ട് എന്ന് പറയുന്നത്, വിനീഷ് എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ള ചിലതുമായിട്ടുള്ള അന്തരം തിരിച്ചറിയുന്നൊരു വ്യക്തി, അന്തരത്തെ മാറ്റത്തെ തിരിച്ചറിയുന്നൊരു വ്യക്തി. ആ വ്യക്തിയാണ് ആളായിട്ട് ജനിച്ചു വരുന്നത്. മാറ്റത്തെ വിലയിരുത്താൻ എന്തവിടെ രൂപം കൊണ്ട്, എന്ത് രൂപം കൊണ്ടിട്ടാണ് മാറ്റത്തെ വിലയിരുത്തിയിരുന്നത്? മാറ്റമില്ലാത്ത ഒരു വ്യവസ്ഥയിലോട്ട് എത്തുമ്പോൾ, ഒരു വ്യക്തിക്ക് മാറ്റമില്ലാത്തൊരു വ്യവസ്ഥയെ ദർശിക്കാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശരീരത്തിന്, അവിടെയാണ് നമ്മൾ മറ്റുള്ളവർ മാതാപിതാക്കൾ എന്നൊക്കെ പറയുന്നത്. അനുസരണ ഇതിങ്ങനെയാണ്. ഈ മാതാപിതാക്കൾ എടുക്കണ്ട, നമ്മളൊരു തൂണെടുക്കുക. ഓക്കെ, ഒരു തൂണെടുക്കുക, വെറുതെ ഒരു തൂണെടുക്കുക. ഈ തൂണാണ് എൻ്റെ ഈശ്വരൻ. സങ്കല്പിക്കുക, ഈ തൂണാണ് എൻ്റെ ഈശ്വരൻ. ഈ തൂണിൽ നിന്ന് ഞാൻ എത്രത്തോളം ദൂരത്തോട്ട് പോകുന്നു, ഈ തൂണുമായിട്ടുള്ള ബന്ധം ഞാൻ എത്രത്തോളം നിലനിർത്തുന്നു. മതിയെന്നേ, വെറുതെ ഒരു കൽത്തൂൺ എടുത്ത് വെച്ചാൽ മതി. എടുത്ത് വെച്ചിട്ട് ഈ തൂണിൽ നിന്ന് ഞാൻ എന്തോരം അകലുന്നു, എവിടം വരെ പോകുന്നു, തിരിച്ച് ഈ തൂണിലോട്ട് എനിക്ക് വരാൻ സാധിക്കുന്നുണ്ടോ? തൂൺ ഒരു ലാൻഡ് മാർക്കാണ്. എന്തിനാണ്? എനിക്ക് വ്യവസ്ഥ ഉണ്ടാക്കാനാണ്. എനിക്ക് വ്യവസ്ഥ ഉണ്ടാക്കാനാണ് ഞാൻ ഈ കല്ലെടുത്ത് വെച്ചത്. അത് ഞാൻ ദൂരത്തോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്നു. ഈ കല്ലാണ് എൻ്റെ സ്പോട്ട്, എൻ്റെ വ്യവസ്ഥയാണ് ഈ കല്ല്. മതിയെന്നേ, ഇത് മതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്കുന്നുണ്ടോ? ഇങ്ങനെ ഒന്നും എടുത്തു വെക്കാൻ പറ്റുന്നില്ല. അപ്പോഴലസനായി, അപ്പോഴാണ് നമ്മൾ അലസനാകുന്നത്. കാരണം നമ്മൾക്ക് അടിസ്ഥാനമില്ല. എനിക്ക് വീടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കാശുണ്ട്, പക്ഷേ ഇതിൽ എന്തിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. എന്തിലുറക്കണം? ഒരു പിടുത്തവും ഇല്ല. അപ്പം അലസനായി. എല്ലാം ഉണ്ട്, പക്ഷെ ആശ്വാസമില്ല. സർവ്വതുമുണ്ട്. എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരികളുണ്ട്, ഭാര്യയുണ്ട്, കാമുകിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എന്തെല്ലാം ഉണ്ട്. പക്ഷെ അപ്പോഴും സ്വസ്ഥതയില്ല. ആർക്കും സ്വസ്ഥതയില്ല. ഈ സ്ഥിരതയില്ല. എന്തൊന്നിനെയാണോ സ്ഥിരമായിട്ട് കാണാൻ സാധിക്കുന്നത്, സ്ഥിരമായിട്ട് എന്തൊന്നിനെയാണോ ആശ്രയിക്കുന്നത്, അതിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാത്തിനെയും വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തുമ്പോഴാണ് ആഹാ,
ഓ, ഇതാണ് എൻ്റെ ലോകം, എൻ്റെ വിവേകം ഈ തൂണിനെ കേന്ദ്രീകരിച്ചാണ്, ഈ കല്ലിനെ കേന്ദ്രീകരിച്ചാണ്. ഈ കല്ലിനെ അടുത്ത ആളും വന്നിച്ച് ഈ കല്ലിനെ ആശ്രയിക്കുന്നു. ഓക്കെ, അടുത്ത മറ്റൊരാൾ വന്നിച്ച് ഇതേ കല്ലിനെ ആശ്രയിക്കുന്നു. ഈ രണ്ടുപേരും ഓക്കെ ചെയ്യുന്ന പ്രവൃത്തിയിൽ പൊരുത്തം ഉണ്ടാകുന്നു. കാരണം ആശ്രയിക്കുന്ന ഈ കല്ലിനെയാണ്. അതിന് വേറെ ഒന്നുമില്ല. അതിൻ്റെ ഈ കല്ലിനകത്ത് വേറെ യാതൊന്നുമില്ല. ഇത് ഭൂമിയിലെ ഒരു ലാൻഡ് മാർക്ക്, അത്രയേ ഉള്ളൂ. ഈ കല്ല് പിന്നെ എന്തായിട്ട് മാറി? ഈ കല്ല് പിന്നെ വലിയ ആരാധനാലയങ്ങളായിട്ട് മാറി. അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം ഈ കല്ലിൽ നിന്ന് ഞാൻ എന്തോരം ദൂരത്തോട്ട് പോയി തിരിച്ചു വരുന്നു. എൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താൻ ഞാൻ കൊടുത്ത മാർക്കാണ്. അത്രയേ ഉള്ളൂ. ആരാധനാലയമായപ്പോൾ പിന്നെ ഇവിടെ കയറുവിട്ട്. ആ അല്ല, ആരാധന എന്തുകൊണ്ട്? കാരണം എനിക്ക് വിവേകം തരുന്നതാണ്, എനിക്ക് ആശ്വാസം തരുന്നതാണ്. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തതല്ലേ, ഞാനാണ് ഈ കല്ലിനെ തിരഞ്ഞെടുത്തത്. ഇത് ഞാൻ തിരഞ്ഞെടുത്തതല്ല. അവിടെയാണ് ഈ പ്രശ്നം. മറ്റുള്ളവർ പറഞ്ഞ് നീ ഈ കല്ലിനെ വണങ്ങണം. എന്തിനു വണങ്ങണം? അവർക്ക് അറിയാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. ഈ കല്ല് പ്രശ്നമായി. അവിടെ തൊടല് വന്നു. അതെ. അപ്പം ഈ കല്ലിന് അർത്ഥം കൊടുക്കാൻ ഈ കല്ലിന് ശക്തിയുണ്ട്. ഈ കല്ലിന് ശക്തിയുണ്ട്. എന്താണ് ഈ കല്ലിൻ്റെ ശക്തി? അതുകൊണ്ട് നീ ആ കല്ലിനെ വണങ്ങിയാൽ മതി. കല്ലിനെ വണങ്ങണ്ട. ഈ കല്ല് നമ്മളൊരു കേന്ദ്ര ബിന്ദുവായിട്ട് എടുത്തതാണ് മനസ്സിൻ്റെ സങ്കല്പത്തിൽ. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഈ കല്ലിന് യാതൊരു പ്രത്യേകതയില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഓക്കെ ഞാൻ എലിക്സറിനെ എടുത്തു, ഞാൻ എലിക്സറിനെ കേന്ദ്രീകരിച്ചാണ് എൻ്റെ ജീവിതം കൊണ്ടുപോകുന്നത്, ആയിക്കോട്ടെ. കാരണം എലിക്സർ എൻ്റെ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ്. ഇത് നമ്മൾ അറിയുന്നില്ല. ഞാൻ എൻ്റെ ഭാര്യ എന്ന് പറയുന്നൊരു വ്യക്തിയെ എടുത്തു, എൻ്റെ കൂട്ടത്തിലുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ എടുത്തു. ഇത് നമ്മൾ എടുക്കുകയാണ് ഒരാളെ. എന്നിട്ട് നമ്മളറിയുന്നില്ല ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്തിനാണ് നമ്മൾ സ്വീകരിച്ചത്? നമ്മൾ സ്വീകരിക്കണേ എന്ന് മറ്റൊരു വ്യക്തിയെ, എന്നിട്ട് ആ വ്യക്തിയെ നമ്മൾ സ്വീകരിച്ചിട്ട് പിന്നെ വഞ്ചനയാണ്. വേറെ ഒരു വ്യക്തിയെ സ്വീകരിച്ച്, വേറെ പലവരെ സ്വീകരിച്ച് എങ്ങനെ വ്യവസ്ഥ ഉണ്ടാകും? ഉണ്ടാകത്തില്ല. വ്യവസ്ഥ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിലയിരുത്താൻ തുടങ്ങണം. അവിടെ അല്ലേ? വിലയിരുത്താൻ തുടങ്ങണം കൃത്യമായിട്ട്. എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ 7 മണിക്ക് തന്നെ ഞാൻ സ്റ്റാർട്ട് 7 മണി? കാരണം 7 മണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഞാൻ അസ്വസ്ഥനാകും. കാരണം ഇതെല്ലാം ലാൻഡ് മാർക്കുകളാണ്, ഇതെല്ലാം പ്ലാനുകളാണ്, ഇതെല്ലാം എൻ്റെ റൂട്ട് മാപ്പാണ്. കാരണം ഇതുണ്ടെങ്കിലേ എന്നെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഞാൻ വെച്ച സാധനം വെച്ചെടുത്ത് കണ്ടില്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനാകും, എനിക്ക് പരിഭ്രമം ഉണ്ടാകും. നോക്കണേ, എനിക്ക് പരിഭ്രമം ഉണ്ടാകും. അപകടം. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണല്ലേ, സ്ഥിരമായിട്ട് ഓടിക്കുന്ന റോഡിൽ പെട്ടെന്നൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അവിടെ അസ്വസ്ഥനാകും. സ്ഥിരമായിട്ട് ഓടിച്ചിട്ടുന്ന റോഡ് പെട്ടെന്ന് അവിടെ വന്നപ്പോൾ റോഡിൽ പുതിയൊരു പെയിൻ്റ് അടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളുടനെ നമ്മുടെ ശ്രദ്ധ തെറ്റും. കാരണം നമ്മളതിൽ മെമ്മറൈസ് ചെയ്ത് ശേഖരിച്ച് വെച്ചിട്ട് അതിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ വെളിച്ചത്തിലോട്ട് പോയിട്ടില്ല. ശ്രദ്ധിക്കണേ, വെളിച്ചമാണ് നമ്മളെ നയിക്കുന്നത്. അപകടം മനസ്സിലാക്കണം. വെളിച്ചമാണ് നമ്മളെ നയിക്കുന്നത്. വെളിച്ചം നമുക്ക് ദുഃഖമായിട്ട് മാറും. എന്തുകൊണ്ടാണ്? കാരണം റോഡ് കറുത്ത റോഡായിരുന്നു. പെട്ടെന്ന് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെളുത്ത നിറം. കാരണം വെളിച്ചം എന്തായിരുന്നു? കറുപ്പ് നിറം എൻ്റെ വെളിച്ചമായിരുന്നു. അതിൽ നിന്ന് മാറി അവിടെ പെട്ടെന്ന് വെളുത്ത കളറടിച്ചിരിക്കുന്നു. അയ്യോ, കാരണം വെളിച്ചമാണ് അല്ലേ? മറ്റേ കറുപ്പും വെളിച്ചമാണ്. കറുപ്പ് വെളിച്ചമാണ്. കാരണം കറുത്ത നിറമാണ്, അതാണ് എന്നെ നയിക്കുന്നത്. വെളിച്ചം ദുഃഖമാക്കും.
വെളിച്ചം നമുക്ക് ദുഃഖമാക്കും. എന്താ സംശയം? വെളിച്ചം കൊണ്ട് നടക്കത്തില്ല ജീവിതം മര്യാദയ്ക്ക്. ഇവിടുത്തെ സ്കൂളിങ്ങും ട്രെയിനിങ്ങും എന്നൊക്കെ പറയുന്ന വെളിച്ചത്തെ ബേസ് ചെയ്താൽ. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം വെളിച്ചത്തെ കേന്ദ്രീകരിച്ച. വെളിച്ചമല്ല വേണ്ടത്, നമുക്ക് തെളിച്ചമാണ് വേണ്ടത്. അപ്പോൾ കാര്യങ്ങളെല്ലാം മാറി. വെളിച്ചവും തെളിച്ചവും. കാരണം എന്താണ് വെളിച്ചം? കാരണം വെളിച്ചം എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് വെച്ച കല്ലാണ്. ഈ കല്ല് വെളിച്ചമാണ്. ഈ കല്ല് അവിടെ നിന്ന് ആരെങ്കിലും മാറ്റി വെച്ചാൽ അപകടമായി ഇല്ലേ? ആ കല്ല് അവിടെ നിന്ന് ആരെങ്കിലും എടുത്ത് മാറ്റി വെച്ചാൽ, അങ്ങനെ മാറ്റി വെക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്ത്, കല്ലിന് ചുറ്റും നമ്മൾ വേറെ പല കല്ലുകൾ എടുത്ത് വെച്ചു. അതങ്ങനെ അമ്പലങ്ങളുണ്ടായി അല്ലേ? അങ്ങനെ ആരാധനാലയങ്ങളുണ്ടായി. ഈ ആരാധനാലയങ്ങളെല്ലാം നമ്മളുണ്ടാക്കിയതാണ്. ഇതെല്ലാം നമ്മുടെ വെളിച്ചമുണ്ടാക്കിയതാണ്. തെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ ഈ തെളിച്ചം വന്നില്ല. തെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്, പക്ഷെ തെളിച്ചത്തിലോട്ട് എത്തിയില്ല. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ആർക്കാണ് പ്രാധാന്യം? അമ്പലത്തിനാണോ പ്രാധാന്യം? അമ്പലത്തിൽ തൊഴാൻ പോകുന്ന ആൾക്കാണോ പ്രാധാന്യം? പള്ളിക്കാണോ പ്രാധാന്യം? പള്ളിയിൽ പോകുന്ന ആൾക്കാണോ പ്രാധാന്യം? ഇത് പള്ളിക്ക് പ്രാധാന്യം കൂടിപ്പോയി, അമ്പലത്തിന് പ്രാധാന്യം കൂടിപ്പോയി. അമ്പലം ഉണ്ടാക്കിയ ആൾക്ക് പ്രാധാന്യം ഇല്ലാണ്ടായി. നോക്കണേ, അമ്പലം ഉണ്ടാക്കിയ ആൾക്ക് പ്രാധാന്യം ഇല്ലാണ്ടായി. എൻ്റെ അമ്പലങ്ങൾ നിലനിർത്താൻ ആൾക്കാർ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യാൻ തുടങ്ങി അല്ലേ? ഒരാൾ അമ്പലം ഉണ്ടാക്കി. വ്യത്യാസം എന്താണ്? ഒരാൾ അമ്പലം ഉണ്ടാക്കി, മറ്റൊരാൾ പള്ളി എന്ന് പേരിട്ടു. ഇതേ അമ്പലത്തിന് മറ്റൊരാൾ ഇട്ട പേര് പള്ളി എന്നായിപ്പോയി. അതിനും അമ്പലം എന്നാണ് പറഞ്ഞാൽ കുഴപ്പമില്ല. അതിനും കല്ലെന്നാണ് പറയണേ കുഴപ്പമില്ല അല്ലേ? അതിന് കല്ലെന്നാണ് പറയണേ കുഴപ്പമില്ല. എല്ലാം കല്ലല്ലേ? ഈ അമ്പലവും പള്ളിയും എല്ലാം കല്ലാണ്. അല്ലെങ്കിൽ അതിനകത്ത് എന്താ ഉള്ളത്? ഇതിലെല്ലാത്തിലും കല്ലുകളേ ഉള്ളൂ. അമ്പലത്തിലും പള്ളിയിലും എല്ലാം കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ പേര് മാറ്റി പറഞ്ഞു. വെളിച്ചം വന്നപ്പോൾ ഷേപ്പും മാറി. പെയിൻ്റ് അടിച്ചു. ഒന്നിന് കറുത്ത പെയിൻ്റ് അടിച്ചു, ഒന്നിന് ചുവപ്പടിച്ചു, ഒന്നിന് വെള്ളം അടിച്ചു, പച്ച അടിച്ചു അല്ലേ? ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ? ഒന്നിന് നിഹാസ് എന്ന് പേരിട്ടു, മറ്റൊന്നിന് എലിക്സർ എന്ന് പേരിട്ടു. പക്ഷെ എല്ലാം പച്ച മാംസവും രക്തവും ജീവനുമല്ലേ? പേരിട്ടത് കൊണ്ട് വ്യത്യസ്തനായി. ഇവിടെയല്ലേ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്? പേരുകൊണ്ട് ആളെ തിരിച്ചറിയാൻ തുടങ്ങി. ഈ പേരുകാരൻ വേറേതാണ്, മറ്റേ പേരുകാരൻ വേറേതാണ്. അങ്ങനെ ഒട്ടനവധി പേരുകാരായി. സഹകരണം എങ്ങുമില്ലാതായി. ABCD കൊണ്ട് തീരാറായി. മനസ്സിലായ? ABCD Z വരെ എത്തിയിട്ടും ഇതിൻ്റെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. എന്തിന്? ഒന്നിനെ എന്തെല്ലാം അക്ഷരമാലകൾ കൊണ്ട് ഏതെല്ലാം ഭാഷ പഠിച്ചിട്ടും ഈ ഒന്നാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഭാഷ തല്ലിപ്പഠിപ്പിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒന്നിനെ മനസ്സിലാക്കാൻ. വിവിധ തരം വർണ്ണങ്ങളും എന്നിട്ട് മനസ്സിലാകുന്നില്ല. വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളും ഭാവങ്ങളും വ്യത്യാസം വന്നിട്ടും ഇതൊന്നാണെന്ന് മനസ്സിലാകുന്നില്ല. വ്യത്യാസങ്ങൾ പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കുക അല്ലേ? രാജാവ് വന്ന്, രാജഭരണം വന്ന്, ജനകീയത വന്ന്, അത് വന്ന്, ക്യാപിറ്റലിസം വന്ന്, സയൻസ് വന്ന്, അത് എന്തെല്ലാം വന്നിട്ടും ഇതെല്ലാം ഒന്നാണെന്ന് മനസ്സിലാകുന്നില്ല. ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ഈ ഒന്നെന്ന് പറയുന്ന അവസ്ഥ. ഞാനൊന്ന് ഇങ്ങനെയാണ്, മാറ്റങ്ങളുണ്ട്, അങ്ങനെയാണ്. ഇത്രയല്ലേ ഉള്ള ആവശ്യം. ഞാനൊന്ന് ഇങ്ങനെയാണ്, മാറ്റങ്ങൾ അത് അങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ. ഇതൊന്നിങ്ങനെയാണ്, അതെന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ഈ ഒന്നിൽ നിന്ന് കാണുമ്പോൾ മാറ്റങ്ങളെല്ലാം അങ്ങനെയാണ്. ഈ ഒന്നിൻ്റെ ഉള്ളിലല്ല, ഒന്ന് പുറത്തായിപ്പോയി. അങ്ങനെ ഒന്ന് പുറത്താക്കിയപ്പോൾ മറ്റൊന്ന് വന്ന്, ഇതിനേക്കാൾ ശക്തമായിട്ട് മറ്റൊന്ന് വന്ന്. അപ്പോഴപകടമായി. എന്തിനെ ആശ്രയിക്കണം?
അപ്പോഴപകടമായി എന്തിനെ ആശ്രയിക്കണം? കാമം തരുന്ന പെണ്ണ്, കൗതുകമാകുന്ന വേറെ പല കവിതകൾ, നൃത്തച്ചുവടുകൾ എന്നെ സ്വാധീനിക്കുന്നു. ഇതിൽ ഏതിൽ ഞാൻ ഇരിക്കണം? സംശയമായി. അത് പോകരുതും. അതും സുഖമാണ്, ഇതും സുഖമാണ്, മറ്റേതും സുഖമാണ്. അല്ലേ? അപകടം മനസ്സിലായ? കാമം തരുന്ന പെണ്ണ്, ലൈംഗികമായിട്ടുള്ള ശരീരത്തിന് സുഖം തരുന്ന പെണ്ണ്, അപ്പുറത്ത് നൃത്തം, ആഹാ കൊള്ളാം, വണ്ടർഫുള്ള്, കവിത, അതും കൊള്ളാം. ഒന്നിനെ ഒഴിവാക്കാൻ പറ്റാതെ ഇതെല്ലാം കൂടി ചേർത്ത് വെക്കാൻ പറ്റുന്നുമില്ല. എന്നാൽ ഒന്നിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കഷ്ടത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്. ദേ കിടക്കുന്നത് കഷ്ടകാലമായി. എന്തൊന്നിനെ ആശ്രയിക്കണം? ഒരു പിടുത്തവുമില്ല. എല്ലാം എനിക്ക് സുഖം തരുന്നതായി. എന്നാൽ ഒരു സുഖത്തിലും എനിക്ക് വസിക്കാൻ പറ്റുന്നുമില്ല. എന്തെങ്കിലും ഒരു സുഖം തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഒട്ടു പറ്റത്തുമില്ല. എന്താ ചെയ്യുക? സുഖമുണ്ട് താനും. സുഖത്തെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റും. സുഖത്തെ ഒഴിവാക്കിയിട്ട് എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. അസ്വസ്ഥതയാണ്, പരിഭ്രമമാണ്. അതുകൊണ്ട് സുഖത്തെ ആശ്രയിക്കണം. എന്താണ്? എന്നിൽ കേന്ദ്രബിന്ദുവില്ല. അതെ, എന്നിൽ കേന്ദ്രബിന്ദുവില്ല. ഇതാണ് പ്രശ്നം. എന്നിൽ കേന്ദ്രബിന്ദുവില്ല. പരിഭ്രമം ഉണ്ടാകും. ഉണ്ടാകാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നിൽ കേന്ദ്രബിന്ദു ഉണ്ടാകുമ്പോൾ ഓക്കെ, ഇതൊക്കെ ഇങ്ങനെയാണ്, ആ കാമമാണ്, അതങ്ങനെയാണെന്നേ, അതങ്ങനെയാണ്. മനസ്സിലെ? കാമം ശരീരത്തിൻ്റെതാണ്. ശരീരത്തിന് നമ്മൾ ഈ പറയുന്ന ഒന്നിനെ കേന്ദ്രീകരിക്കുമ്പോൾ കാമം ഇല്ലാതെയാകും. തീർന്ന്. കാമം എന്തുകൊണ്ട് കാമം? ഈ കാമം ലൈംഗികത സ്ത്രീയുടെ അടുത്ത് മാത്രമല്ല കേട്ടോ. പലപ്പോഴും എല്ലാവരും ധരിക്കുന്നു കാമം സ്ത്രീയുടെ കൂട്ടത്തിൽ മാത്രമാണ്. അല്ല, കാമം ഒട്ടനവധി രീതിയിൽ കാമം വരുന്നുണ്ട്. അറിയുന്നില്ല, പക്ഷേ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ദുരന്തമായിട്ട്, പല രോഗങ്ങളായിട്ട്. പല കാമത്തിൽ നിന്നാണ് നമ്മൾ രോഗിയാകുന്നത്. അറിയുന്നില്ല. ട്യൂമറും സിസ്റ്റും പല മാനസിക അസ്വസ്ഥതകളും ഇതെല്ലാം കാമത്തിൽ നിന്നാണ്. വിലയിരുത്താൻ പറ്റാത്തതുകൊണ്ടാണ് രോഗിയായത്. ഭക്ഷണം മര്യാദക്ക് ദഹിക്കത്തില്ല. കാമമുള്ളവന് ഭക്ഷണം ദഹിക്കത്തില്ല. ശ്രദ്ധിച്ചു നോക്കണേ. മര്യാദക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. കാരണം കാമത്തിൻ്റെ നിയന്ത്രണം. എങ്ങനെയെങ്കിലും ആർത്തി കൊണ്ട് വെട്ടി വിഴുങ്ങിയൻ. കാരണം കാമത്തിൻ്റെ നിയന്ത്രണത്തിലാണ് വെട്ടി വിഴുങ്ങുന്നത്. എങ്ങനെ അവന് ആരോഗ്യം ഉണ്ടാകും? ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? തെളിച്ചമാണ്. അവനവനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്. ആരോഗ്യം മറ്റൊരാളെ നിയന്ത്രിക്കാനല്ല, കല്ല് ചുമക്കാനല്ല. എൻ്റെ ശരീരത്തിനെ നിലക്ക് നിർത്തുന്നതാണ് ആരോഗ്യം. അവനവൻ്റെ ശരീരത്തിൻ്റെ വൃത്തിയിൽ നിലനിർത്തുന്നതാണ് ആരോഗ്യം. ആരോഗ്യത്തിൻ്റെ പർപ്പസ് എന്താണ്? സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാനായിട്ടുള്ള ഫസ്റ്റ് ഫൗണ്ടേഷനാണ്. അതിനാണ് ആരോഗ്യം. അവിടെയാണ് നമ്മൾ ശ്രേഷ്ഠതയിലിട്ടുള്ളത്. എന്ത് പവർ എനിക്കുണ്ട്? പവർ ഉണ്ടാക്കാനുള്ള മീൻസ് എന്താണ്? ഭക്ഷണം കഴിച്ചിട്ടാണ്. അപ്പോൾ ആ ഭക്ഷണം എങ്ങനെ കഴിക്കണം? ഭക്ഷണം എനിക്ക് ഊർജം തരുന്നുണ്ടെങ്കിൽ ആ ഊർജം എനിക്ക് നിയന്ത്രിക്കണം. അല്ലെങ്കിൽ എന്തു പറ്റും? വെടികൊണ്ട പന്നിയെ പോലെയോ? അവൻ അങ്ങനെ പറഞ്ഞാൽ അവനിട്ടിട്ട് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അവൻ ശരിയല്ല. ദേ കിടക്കുന്നു, എൻ്റെ ഊർജം കൊണ്ട് എനിക്ക് പ്രയോജനമില്ല, അതേ ഒഴുകിപ്പോയി, ഊർജം ഒഴുകിപ്പോയി. ഇത് നിയന്ത്രിക്കുന്നതാണ് വ്യക്തിത്വ ബോധം. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം? ശ്രദ്ധയോടുകൂടി കഴിക്കണം. അപകടമാണ് ഭക്ഷണം, ഭയങ്കര അപകടമാണ്. ഭക്ഷണം പാഷാണമായിട്ട് മാറുകയും അല്ലേ? ഭക്ഷണം കഴിക്കേണ്ടതുപോലെ കഴിക്കണം. മര്യാദയോടുകൂടി ഇരുന്ന് കഴിക്കണം. അലസതയോടുകൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കരുത്. പണി കിട്ടും എട്ടിൻ്റെത്. പിന്നെ ഈ പൂട്ട് അഴിക്കാൻ പറ്റത്തില്ല. അല്ല, ഈ പൂട്ട് പിന്നെ അഴിക്കാൻ പറ്റത്തില്ല. എട്ടിൻ്റെ പണിയാണ് കിട്ടുന്നത്. ചലനം ഉണ്ടാവുന്നുണ്ട്. എങ്ങോട്ടാ? ആ ഒരു പിടുത്തവും ഇല്ല, അന്തവും ഇല്ല, കുന്തവും ഇല്ല. മാറ്റങ്ങളുണ്ട്. എന്ത് ചെയ്യണം? എവിടെ പിടിക്കണം? ഒരു പിടുത്തവും ഇല്ല. ആണ് എട്ടിൻ്റെ പണിയാണ്. തിരിഞ്ഞുകൊണ്ടിരിക്കുക, നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുക. അതാ കാരണം. വിവേകം കിട്ടുന്നില്ല, തെളിച്ചം കിട്ടുന്നില്ല. വെളിച്ചമുണ്ട്, എനിക്കെല്ലാം ഉണ്ട്. എനിക്ക്
സർവ്വതുമുണ്ട്, പക്ഷേ സ്വസ്ഥതയില്ല. ഇതെല്ലാം ഉണ്ട്. ഇതിനെല്ലാത്തിനും കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകാൻ ഞാൻ കിടന്ന് പാടുപിടിക്കാൻ. അവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ ഇപ്പുറത്ത് വേറൊരാൾ വലിക്കാൻ വരുന്നു. ഉടനെ ഞാൻ അങ്ങോട്ട് ഓടും. അങ്ങോട്ട് ഓടുമ്പോഴത്തേക്കോ ഇപ്പുറത്ത് വരുന്നു. എന്തു ചെയ്യും? മറ്റുള്ളവരെ കൂട്ടുപിടിച്ച്, എടാ നമ്മുടെ സ്വത്തൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിനെ കാത്തു സൂക്ഷിക്കണം. അത് നമ്മൾ മതിൽ കെട്ടി, മതിലിൻ്റെ ഹൈറ്റ് കൂട്ടി, ക്യാമറ വെച്ച്, ഇലക്ട്രിസിറ്റി കൊടുത്ത്, എല്ലാവിധ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടും പറ്റുന്നില്ല. പിന്നെന്ത് ചെയ്ത്? അപ്പുറത്ത് നിന്ന് നമ്മളെ ആക്രമിക്കുന്നവരെ കൊല്ലാനുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ച്. പക്ഷെ ഞാനെന്നിട്ടും ദുഃഖം വന്ന് ചത്തുപോകുന്നു, അറിയുന്നില്ല. എന്നെ പിന്നെ ആക്രമിക്കുന്നു. എനിക്ക് കാണുന്നതിന് എല്ലാത്തിനെയും ഞാൻ എതിർത്തിട്ടും പറ്റുന്നില്ല. കാണാത്തത് ചിലതെന്നെ നശിപ്പിക്കുന്നു. യുദ്ധം പരിഹാരമല്ല, വിവേകം പരിഹാരം. രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം. നോക്കണം, മനുഷ്യൻ എത്രത്തോളം മനുഷ്യത്വമില്ലാത്തവനായി. അതാണ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം. എന്താണ് അതിരെന്താണ്? ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അതിരെന്താണ്? എൻ്റെ തീരുമാനം ശരിയാണ്, ഇതാണ് എൻ്റെ അതിര്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അതിരെന്ന് പറയുന്നത് എൻ്റെ തീരുമാനം. നമ്മൾ റോഡിൽ നടന്നു പോകുമ്പോൾ നമ്മളെ പലവരും ശ്രദ്ധിക്കും, അല്ലേ? എന്താണ് ഈ ശ്രദ്ധയുടെ കാരണം? എന്താണ്? അവർക്ക് അവരിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതിരുകൾ ഭേദിക്കാൻ അവരുണ്ടാക്കിയ അതിര് സുസ്ഥിരമല്ല, സമാധാനപരമായിട്ടുള്ള അതിരുകളില്ല അവർക്ക്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ നോക്കിപ്പോകുന്നത്. കാരണം അവരിൽ സജീവമായിട്ട് തുടരാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ അവരുടെ വെളിച്ചമാണ്. വെളിച്ചത്തിൻ്റെ ആകർഷണത്തിൽ ഒരു പെട്ടുപോകുകയാണ്. എന്നുവെച്ചാൽ വെളിച്ചമാണ്, മനസ്സിലായ? വെളിച്ചം അവരെ നിയന്ത്രിക്കും. തെളിച്ചമില്ല. അങ്ങനെ തെളിച്ചമില്ലാത്തവർ നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ തെളിച്ചത്തിൽ നിന്നാൽ ഇവരപ്പം ശാന്തരാകും. ഇത്രയേ ഉള്ളൂ. നമ്മൾ തെളിച്ചത്തിൽ നിന്നാൽ മതി, മനസ്സിലായ? നമ്മളൊന്നും ചെയ്യണ്ട. പക്ഷെ നമുക്ക് തെളിച്ചത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഈ വെളിച്ചവും തമ്മിലുള്ള യുദ്ധമായി. വെളിച്ചത്തിൻ്റെ അതിരേതാ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. യുദ്ധം ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം വെളിച്ചമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നോക്കണേ, അറിവ് നമ്മളെ നിയന്ത്രിക്കുകയും ഇത് ശരിയാണെന്നും പറഞ്ഞ് അറിവിൻ്റെ പേരിൽ യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്യുന്നവനും യുദ്ധത്തിന് ആരംഭിച്ചവനും അപ്പുറത്തെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പോരാളി എല്ലാവരും നശിക്കുക. അത് ഉറപ്പാണ്. അങ്ങനെയേ സംഭവിക്കത്തുള്ളൂ. ഇത് ഭയങ്കര രസമാണ്. കാരണം ഞാനിരുന്ന് ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ചെയ്ത കുറേ മണ്ടത്തരത്തിൽ നിന്ന് ഞാൻ കരകയറണ കൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. മറ്റുള്ളവർ വിചാരിക്കും അവരെ കണ്ടിട്ടാണ് ചിരിക്കണം. അല്ല, ഞാൻ എൻ്റെ തന്നെ പൊട്ടത്തരത്തിൽ നിന്ന് ഞാൻ മാറുന്നത് കണ്ടിട്ടുള്ള എൻ്റെ ചിരിയാണ്. നിങ്ങൾ ആരെയും കണ്ടിട്ട് ചിരിക്കുകയല്ല. ഞാൻ ചെന്നനെ ചെയ്ത വിഡ്ഢിത്തരത്തിൽ നിന്ന് ഞാൻ മാറുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷത്തിലാണ് ഞാൻ ചിരിക്കുന്നത്. സന്തോഷം വന്നു പോകുന്നതാണ്. സന്തോഷത്തിന് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. സന്തോഷം അത് തന്നെത്താൻ സംഭവിച്ചോളൂ. എന്നുവെച്ചാൽ ദുഃഖം എങ്ങനെ വന്നു, അതുപോലെ തന്നെ സന്തോഷം വരുന്നു. ഒരു കുഴപ്പമില്ല, പിടിച്ചു കെട്ടേണ്ട കാര്യമില്ല. കാരണം എൻ്റെ പൊട്ടത്തരം ഞാൻ തിരുത്തിയപ്പോൾ, എൻ്റെ പൊട്ടത്തരത്തിൽ നിന്ന് ഞാൻ മാറിയപ്പോൾ ചിരിച്ചു പോകും. അല്ലാതെ എന്താ ചെയ്യുക? മറ്റേ ആരെയും കണ്ടിട്ടല്ല, എന്നെ തന്നെ കണ്ടിട്ട് ഞാൻ ചിരിച്ചതാ. എൻ്റെ ചിരിക്ക് കാരണം ഞാൻ തന്നെയാണ്. മറ്റേ ആരെയും കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നില്ല. കാരണം എന്നെ കാണുമ്പോഴാണ് ഞാൻ എങ്ങനെയാണ് ഞാനായിട്ടിരിക്കുന്നത്, അതിലാണ് എൻ്റെ ശ്രദ്ധ. ഇതിങ്ങനെയാണല്ലേ, ഇതിങ്ങനെയൊക്കെയാണ് അല്ലേ. തെളിച്ചത്തിലാകുമ്പോൾ ഇതിങ്ങനെയേ പോകത്തുള്ളൂ. തെളിച്ചം, അതാണ് റിയലൈസേഷൻ. എനിക്ക് നല്ല തെളിച്ചമുണ്ട്, പക്ഷേ എൻ്റെ ഇടത് ചെവി അടഞ്ഞിരിക്കുക. എൻ്റെ ഇടത് ചെവി കുറച്ച് നാളുകളായിട്ട് അടഞ്ഞിരിക്കുക. പക്ഷെ ഒരു കുഴപ്പമില്ല എനിക്ക്. നോക്കണേ, എൻ്റെ ഇടത് ചെവി അടഞ്ഞിരിക്കുക. എൻ്റെ ഇടത് ചെവിയുടെ കേൾവി ഇച്ചിരി കുറവാണ്. ഇടത് ചെവി, പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശ്രദ്ധിക്കണേ, എൻ്റെ ഇടത് ചെവി റിപ്പയർ ചെയ്ത് ഉടനെ അടിയന്തരമായിട്ട് ശരിപ്പെടുത്തണം.
ഒരു നിർബന്ധവും ഇല്ല. കാരണം എനിക്ക് തെളിച്ചമുണ്ട്. മറ്റേത് വെളിച്ചമാണ്. തെളിച്ചവും വെളിച്ചവും. കേൾവി എന്ന് പറയുന്നത് വെളിച്ചമാണ്. തെളിച്ചമുണ്ടെങ്കിൽ ആ കേൾവിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കണമെങ്കിൽ, ഞാൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇച്ചിരി ഒച്ചത്തേ പറയണം. കാരണം എൻ്റെ ഇടത് ചെവി അടഞ്ഞിരിക്കുക, ഒരു 60% അടഞ്ഞിരിക്കുകയെന്ന് പറയാം. ഞാനത് ഇത്രയും കാലമായിട്ട് ഇതിൽ വലിയ ഇതായിട്ട് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ശരിയാണല്ലോ, ഇതിങ്ങനെയാണല്ലോ ഇരിക്കണത്. പക്ഷേ എനിക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് തെളിച്ചമുണ്ട്. ചെവിക്ക് തെളിച്ചം വേണം, ചെവി തെളിഞ്ഞോളൂ. ചെവി തെളിയണം. ചെവി കേൾക്കാൻ ആഗ്രഹിച്ചാൽ ചെവി ഒരിക്കലും തെളിയല. അതെ, ചെവി കേൾവിക്കാണ് സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ചെവിയുടെ ഈ പറയുന്ന അടപ്പ് മാറത്തില്ല. ഇല്ല. കണ്ണ് കാഴ്ചക്കാണ് സ്ഥാനം കൊടുക്കുന്നെങ്കിൽ കണ്ണിന് രോഗം വന്നുകൊണ്ടേയിരിക്കും. അല്ല, മാറ്റിയെടുക്കണ്ടെന്നേ, മാറിക്കോട്ടെന്നേ. അതെ, അതവിടെ വേണ്ടതാണെങ്കിൽ സംഭവിച്ചോളൂ. കാരണം എനിക്കെന്ത് അധികാരം? കാരണം എനിക്ക് കേൾവിയിൽ യാതൊരു കാര്യവുമില്ല. കേൾവി എൻ്റേതല്ല, തെളിച്ചമാണ് എൻ്റേത്. എന്നുവെച്ചാൽ കേൾവി ഞാനല്ല, കേൾക്കുന്നതൊന്നും ഞാനല്ല, ഞാൻ തെളിച്ചമാണ്. ഈ തെളിച്ചത്ത് നിൽക്കുന്നതുകൊണ്ട്. ഇപ്പം ഇന്നലെയാണ്, കുറേ നാളുകളായി എനിക്കൊന്ന് പണ്ടേ മുതൽ എനിക്ക് കേൾവി കുറവാണ്. പക്ഷെ എന്നെ അത് ബാധിച്ചിട്ടില്ല. സമൂഹത്തിൽ കൊള്ളാത്തവനാ ഞാൻ, അതെ. പക്ഷെ എനിക്ക് കൊള്ളാമെന്നേ. സമൂഹത്തിൽ ആർക്കും കൊള്ളത്തില്ല എന്നെ കൊണ്ട്, പക്ഷെ എനിക്ക് കൊള്ളാം. ശ്രദ്ധ